ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ, ആ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞത്, മകനെ, വാപ്പ നിന്നെ ബലി കൊടുക്കുന്നതായിട്ട് ഇന്നലെ രാത്രി കിനാവ് കണ്ടു. ആ സമയത്ത് മകൻ പറഞ്ഞത്, യാ അബത്തി ഫഅൽ മാ തുഅ്മർ, നിങ്ങളോട് അല്ലാഹ് എന്താണോ പറഞ്ഞത് ചെയ്യുക. നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഇസ്മായിൽ നബിയോട് ഇക്കാര്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചത്? എന്തിനാണ്? വാപ്പ മോനോട് ചോദിക്കുകയാണ്, മോനെ, ഇന്നലെ രാത്രി വാപ്പ സ്വപ്നം കണ്ടു നിന്നെ ബലി കൊടുക്കുന്നത്, നിന്റെ അഭിപ്രായം എന്താണ്? മകൻ പറയാണ്, വാപ്പ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അതിൽ നിന്ന് പിൻവാങ്ങുവോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ അതിൽ നിന്ന് മാറുന്നു എന്ന ഒരു തീരുമാനമെടുക്കില്ല. പിന്നെന്തിനാ ചോദിച്ചത്? പിന്നെന്തിനാണ് ഇബ്രാഹിം നബി മകനോട് ചോദിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകൻ റബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിനോട്, മോനെ, വാപ്പ നിന്നെ ബലി കൊടുക്കുന്നത് കിനാവ് കണ്ടു എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മാ അസ്ലമാ, രണ്ടുപേരും കീഴൊതുങ്ങിയപ്പോൾ, രണ്ടുപേരും അനുസരണയുള്ളവരായപ്പോൾ എന്ന് പറഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട മകൻ അറിയാതെ ബലി കൊടുക്കുന്നതിനേക്കാൾ അല്പം കൂടി വിശ്വാസത്തിന്റെ ദാർഢ്യത എന്ന് പറയുന്നത് തന്റെ മകനോട് ഈ വിവരം പറഞ്ഞിട്ട് മകന്റെ സമ്മതം കൂടി കിട്ടി, ആ മകനും കൂടി ഇതിൽ പങ്കാളികളാകണമെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അർപ്പണബോധത്തിന്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥയായിരുന്നു തന്റെ മകനോട് മുഷാവറ ചെയ്തത്.